മുത്തപ്പൻ കുന്നത്തുർപ്പാടി മടയിൽ ധ്യാനമിരുന്നുവെന്നാണല്ലോ പറയുന്നത്. പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരു മരുത്താമലയിലെ ഒരു മടയിൽ ധ്യാനമിരുന്നതിന് തുല്യമായ ചരിത്രമൂല്യം അതിനുണ്ട്. അന്നത്തെ ആഢ്യമായ എല്ലാ ആരാധനാ സങ്കല്പത്തെയും തള്ളി തളിയിൽ പെരുവണ്ണാൻ പറശ്ശിനിക്കടവ് പുഴയിൽ നിന്ന് ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിച്ച മുത്തപ്പനും ചരിത്രത്തിൽ നാരായണ ഗുരു പ്രതിഷ്ഠിച്ച ഈഴവ ശിവനോളം തുല്യ പ്രാധാന്യം ഉണ്ടാകേണ്ടതാണ്. എഴുതപ്പെടാത്ത ചരിത്രം ചരിത്രമല്ലാതാകുന്നില്ല. എന്തായാലും ഗുരുവിന്റെ അനുയായികൾ പിൽക്കാലത്ത് ഗുരുദർശനത്തിനുണ്ടാക്കിയ പോറലുകൾ മുത്തപ്പ ഭക്തർ മുത്തപ്പ ദർശനത്തിന് ഉണ്ടാക്കിയിട്ടില്ല. കാലം മാറുമ്പോൾ മനുഷ്യനായ ഗുരു ദൈവവിഗ്രഹമാകുന്നതാണ് കാണുന്നത്. ദൈവമായ മുത്തപ്പൻ മനുഷ്യനാകുന്നതും. മാനുഷികമായ എന്തും ഇന്ന് മുത്തപ്പൻ അന്യമല്ല. ഗുരുവിന്റെ നാട്ടിൽ ഗുരു ജാതി വിഗ്രഹമാക്കപ്പെടുമ്പോൾ മുത്തപ്പൻ ഉയർത്തിപ്പിടിക്കുന്ന ജാതി വിരുദ്ധ നവോത്ഥാന വിപ്ലവത്തിന്റെ കൊടി ഇവിടെ ഇപ്പോഴും ഭദ്രമാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന ഗുരുവചനം തന്നെയാണ് മറ്റൊരു ഭാഷയിൽ കരുണാകരനായ മുത്തപ്പന്റെ വാചാലുകളിലും മുഴങ്ങുന്നത്. നാരായണ ഗുരുവിന്റെ ചരിത്രത്തിന് മുമ്പേ നടന്ന ഒരു വിപ്ലവം തന്നെയായിരുന്നു അത്. ഗുരു കണ്ണൂരിലും തലശ്ശേരിയിലും വന്നിട്ടും പറശ്ശിനിക്കടവിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നത് ഒരു പരാതിയോ പരിഭവമോ ആയി പറയേണ്ടതില്ല. മുത്തപ്പൻ ഉഴുതുമറിച്ചു പോയ മണ്ണിൽ ഗുരുവിന് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായില്ലെന്ന് കരുതിയാൽ മതി. തലശ്ശേരിയിൽ വന്ന ഗുരു പിന്നീട് നേരെ മംഗലാപുരത്തേക്കാണ് പോയത്. മംഗലാപുരത്ത് മുത്തപ്പന്മാരുണ്ടായിരുന്നില്ലല്ലോ.